ഹായ്. അയ്യോ, മുടിയിൽ മൊത്തം എണ്ണയാണ്. ഇന്ന് എണ്ണയിൽ അങ്ങനെ ഒഴുകിയിരിക്കുകയാണ്. തലയിൽ എണ്ണയില്ല, എണ്ണ തേക്കാറില്ലേ എന്ന് പറഞ്ഞു എനിക്ക് എണ്ണ തേച്ച് വന്നിരിക്കുക. ഹലോ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഫ്രണ്ട്സ്. ഹലോ, രജനീകാന്ത് ഹായ്. ഹായ് ഫസ്റ്റ്. കുമാർ ഹായ്. മണി ഹായ്. ഹായ് ഹായ്. ഇതാ വരും പോരാട്ടോ. എന്നിട്ട് സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, സോറി. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ബിജു ഹായ്. ബിജുട്ട ഹായ്. ജയകുമാർ ഹായ്. ഹായ് വിക്കി, ലവ് യു ചെല്ലം. ഗോവിന്ദ, കുനിയമുത്തൂരിലെ ഏത് ഏരിയയാണ്? എന്തു പറ്റി? വീട്ടിലേക്ക് വരാനാ? സുകുമാർ ഹായ്. ഹായ്. ഡാൻസ് മാസ്റ്റർ. ഓ ശരി, സൂപ്പർ. വീട് എവിടെയാ? വീട് കേരളത്താണ്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് കോയമ്പത്തൂരാണ്. പിന്നെ എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ലവ് യു ചെല്ലം. ഓക്കെ, ലവ് യു. രതീഷ് ഹായ്. പ്രഭു ഹലോ. അനിത ഹലോ. ശ്വത് റെഡ്ഡി ഹായ്. സുധി ഹായ്. വിക്കി ലവ് യു ചെല്ലം. കുമാർ യു സൺ. എല്ലാവരും കളിക്കാൻ പോയി. പ്ലേ. രാജ് ഹായ്. അരുൺ ഹായ്. ഹായ്. ഹൂ ആർ യു? ഞാൻ അനിത. എൻ്റെ പാലക്കാട്, എൻ്റെ വീട് പാലക്കാടാണ്. ഒരു വീട്ടമ്മയാണ്. അതെ, ഞാൻ കുനിയമുത്തൂരിലാണ്. അതെ അല്ലേ? ഡ്രസ്സ് സൂപ്പർ. താങ്ക് യു. അതാ വിളയുടെ പൊരിച്ചിങ്ങ പസങ്ങ. നമസ്കാരം ബിനീഷ് ചേട്ടാ. ഹാഡ് ലഞ്ചാ സാപ്പിട്ടീங்க? ശ്വത്ര റെഡ്ഡി. വിനോദ് ബിനു ഹായ്. ഊട്ടി ഹായ്. സുരേഷ് ചേട്ടാ ഹായ്. ഇത്തിരി പൗഡർ ഇട്ടാൽ നന്നാവും. അതെ അല്ലേ? അപ്പൊ അറിയുന്നുണ്ട് ഞാൻ പൗഡർ ഒന്നും ഇട്ടില്ല. ഭാഗ്യ ഒരു സുരേഷ് ഉണ്ടെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നെ നാച്ചുറലാണ്. ഓക്കെ, പൗഡർ ഇല്ല. മുഹമ്മദ് ഏട്ടാ ഹായ്. ഹായ്. രാജ് വെരി നൈസ്. ലവ് യു അനിത. ലിബീഷ് ഹായ്. കാർത്തികൻ ഓക്കെ ഹായ്. என்ன ഫുഡ് சாப்பிட்டீங்க? சாப்பாடு പച്ചപ്പയർ കടഞ്ചത്, മുട്ടക്കോസ് ക്യാരറ്റ് പൊരിയൽ. ഹായ് നമസ്കാരം. രാധേട്ടൻ എവിടെ? രാധേട്ട നമസ്കാരം. പിന്നെ ആരോ നമസ്കാരം പറഞ്ഞു, ആരോ കാണാനില്ല. ഹായ് രാജേഷ്. സുഖമായിരിക്കുന്നു ബാബേട്ട, സുഖമാണ്. രാധേട്ടന് നമസ്കാരം പറഞ്ഞു. ഡ്രസ്സ് സൂപ്പർ. താങ്ക് യു. പിന്നെ ചേച്ചി പാലക്കാട് ഭാഷ സംസാരിക്കും? പാലക്കാട് ഭാഷ തന്നെയല്ലേ സംസാരിക്കരുത് പ്രതി കേട്ടാ. ഹായ് ആയിരുന്നു കുട്ടി. ഓക്കെ. വണക്കം രാധാകൃഷ്ണൻ ബ്രോ. കോയമ്പത്തൂരിൽ എവിടെ ആണോ ചേച്ചി? ഞാൻ കുനിയമുത്തൂര്. റാം രാജ ഹൗ ആർ യു? ഫൈൻ. രാജ. പിന്നെ എന്താണ് വിശേഷങ്ങള്? സുഖമല്ലേ എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? വെയിലൊക്കെ എങ്ങനെയുണ്ട്? പൊള്ളുന്ന വെയിലല്ലേ, വെയിലത്ത് വാടല്ലേ എന്ന് പറഞ്ഞ പോലെ. പ്രദീപ് ഹായ്. കമാൻഡ് കറുന്നാണോ? ലിലീബ് ടുഡേ ഡ്രസ് അടിപൊളി. താങ്ക് യു. മണി മുഹമ്മദ്. അരുൺ ചിറ്റൂർ ഹായ്. ശിവകുമാർ നാരായണൻ. സന്തോഷ് ഹായ്. അക്കാ ഐ ആം സന്തോഷ്. ஓகே சந்தோஷ், எப்படி இருக்கிறீங்க? குருரப்பன் ஹாய். ஓ ரகு பாண்டு சாப்பிட்றீங்களா? சாப்பிடுங்க. மயில்சாமி ஹாய். கிஷோர் ஹாய். பேபி கேர்ள் ஹவ் ஆர் யூ? ஃபைன். உங்கள் பேர் படிக்க தெரியல தமிழ்னால. ராஜேஷ் ஹலோ. பிரபு சாப்பிட்டீங்களா? அனிதா சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா பிரபு? பஷீர் ஹாய். குமார்
പിറ്റു അബ്ദുൾ കറുപ്പൻ ഹായ്, ഗീതാ കൃഷ്ണൻ ഹായ്, പാണ്ഡി ഹായ്, പ്രദീപ് പൂമ്പാറ്റ കാലോളം പൂമ്പാറ്റ കല കേരളം ഗ്രൂപ്പുകളുടെ ആശംസകൾ. ഓക്കെ. രാജേഷ് ഹായ്, ബഷീർ എനിക്ക് ബഷീരുടെ ഹായ് കേട്ടോ. വെയില് റീൽസ് വേറെ ലെവല്. വെറുതെ എന്നാലും വെയിലാണല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പൊ പിന്നെ ആ പാട്ട് എന്താ പറയാ, ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല കോപ്പി അടിച്ചു പാട്ട്. സുമേഷ് ചേട്ടാ ഹായ്, രാഗേഷ് ഹവറിയോ, ഭൂമിനാഥ് ഹായ്, രാജു ഹായ്, സതീഷ് ഹായ്, ഈശ്വരൻ നൈസ് ഡ്രസ് താങ്ക് യു. ഹായ് 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 ഹായ്. ലിനു എവിടെ? വീട്ടിലാണ്. ഫുഡൊക്കെ കഴിച്ചു? എല്ലാവരും സുഖമല്ലേ? എന്തൊക്കെയാണ് പറയും, വിശേഷങ്ങൾ പറയും. ഇന്നലെ എന്താ പറയാ, ഇന്ന് കിട്ടുമാ ഒരു മിനിറ്റ് മാ, ഒന്ന് ഒരാളുടെ ബ്ലോക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. ഗോപാൽ ഹായ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വന്നില്ല. അന്നമ്മേ ഈ ജോലിയിൽ നിന്നും തിരിച്ചു വിടാനായിരുന്നു. ഇപ്പോൾ തീരെ കൃത്യനിഷ്ഠതയില്ല. ഒരു ടൈം കറക്റ്റായിട്ട് വെക്കണം. ജോലിയിൽ നിന്നും പിരിച്ചുവിടാനായിരിക്കുന്നു. ഇപ്പോൾ തീരെ കൃത്യനിഷ്ഠതയില്ല. ഒരു ടൈം കറക്റ്റായിട്ടില്ല വെക്കണം. തോന്നുമ്പോൾ വരുന്നത് ശരിയാവില്ല. അതെല്ലേ അതേട്ടാ ബ്ലോക്ക് ചെയ്തു. പിന്നെ മോഹൻ എനിക്ക് ആ ബ്ലോക്ക് ചെയ്ത് എന്താണ് ആ വ്യക്തി എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല സത്യം. അപ്പൊ അതില് വന്നിട്ട് കറണ്ട് പോയി. സൂപ്പർ. അപ്പോ എന്താ പറയാ, കോവുമായിട്ടുള്ള മോജിന്റെ ഇട്ടപ്പോ മനസ്സിലായി. ഓക്കെ, അതെന്തോ ഒരു മോശമായിട്ടുള്ള ഒരു വാക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഹെയർ സ്റ്റൈൽ സൂപ്പർ താങ്ക് യു പള്ളിവേൽ. ഓക്കെ, മറുപടിയും ബ്ലോക്കാ. ബ്ലോക്ക് പണി ഒരു വിധമാകും ഞാന്. മുത്തു സതീഷ് മുഹമ്മദ് ലവ് യു പ്രഭു സ്വീറ്റ് വോയിസ് സാപ്റ്റൻ മുത്തു ലവ് യു മണികണ്ഠൻ സുഖാണോ ഷൺമുഖം ലവ് യു ഹായ് അനുക്കുട്ടി. സുഖാണോ? എല്ലാവർക്കും സുഖാണ്. ശോഭിൻ ജോസേട്ടാ, ഗണപതി, വിനോദ് സാപ്പിട്ടീങ്ങ കമാൻഡ് മുക്കിയാൽ ഞാൻ ഇല്ല ഇനി ലൈവിൽ. അയ്യോ പ്രദീപേട്ട മുക്കില്ല കേട്ടോ, മുങ്ങി പോവുകയാണ് കേട്ടാ എല്ലാവരും. ഗുഡ് ആഫ്റ്റർനൂൺ, നൈസ് ഡേ, താങ്ക് യു. ഒരു പാട്ട്. സുനിൽകുമാർ ഏട്ടൻ, രാമചന്ദ്രൻ ലവ് യു കേരള. സുമേഷ് ഹായ്. രാജീവേട്ടൻ, രാജ മെസ്സേജുകൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്നത് കൊണ്ടേ. എന്നിട്ട് ആനന്ദ് ഹായ്. അജയ് ഹോ വയ്യ. சரவணன் என்ன பண்றீங்க? லைவ் போட்டு ஜாலியா பேசிட்டு இருக்கிறீங்க. சாப்பிட்டீங்களா മാഡം? ആനന്ദ് സാപ്പിട്ടീങ്ങ. ഇന്നലെ രാത്രി നേരത്തെ വന്നു പോയി. ഞാന് പണിയൊക്കെ കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ ലൈവ് കഴിഞ്ഞിരിക്കുന്നു. അയ്യോ സുരേഷ് ഏട്ടാ, അവിടെയും ഇവിടെയും കറണ്ട് പോയിരിക്കുകയാണ്. അതേട്ടാ ഇപ്പൊ പോയി കറണ്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ. என்னமோ கோவமா அனுப்பிச்சிருக்கிறாங்க. மறுபடியும் என்ன சொல்றாங்க? எப்பவுமே இந்த கோவப்பட்டா எப்படிங்க, உடம்புக்கு நல்லது இல்லைங்க. கோவம் குறைச்சிக்குங்க சரிங்களா? ஆனாலும் நான் உங்களை பிளாக் பண்றேங்க. என்னவோ கெட்ட வார்த்தை பேசியிருக்கிறாங்க. சாரி, ബ്ലോക്ക് பண்ணிட்டேன். നെക്സ്റ്റ് ഇന്നലെ രാത്രിയിലെ അതെ രാധേട്ടാ സോറി ഏട്ടാ, അവിടെയും ഇവിടെയും കറണ്ട് പോയി. ഓക്കെ രാധേട്ടാ, ഞാൻ അത് പെട്ടെന്ന് വന്നു. ബിഗ് പൊട്ട് ഇന്ന് ഞാനിങ്ങനെ എണ്ണ തേച്ചു കുളിച്ചു, പക്ഷെ ഷാമ്പു ഇട്ടിട്ടില്ല. എന്താ ഒരു സൗണ്ട്?
ചെവിക്കുള്ളിൽ കൂടെ എന്തോ ഒരു സൗണ്ട് പോയ പോലെ. അപ്പോൾ എന്താ പറയാ, ഷാമ്പു ഒന്നും ഇട്ടില്ല, പറപ്പിച്ചില്ല. അപ്പൊ അതുകൊണ്ട് എണ്ണ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ക്യാമറയിൽ കൂടെ നന്നായി അറിയും. അങ്ങനെയാണ് കാര്യങ്ങൾ. കഴിച്ചു ഉഷാറാണോ? അതെ, കഴിച്ചു. ഇങ്ങനെ ബ്ലോഗ് പണിട്ടീങ്ങ ഒരു പാട്ട് പാടാം നമുക്ക്. പാടാലോ. സുനിൽ കുമാറായിട്ട് കുറെ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. രാമചന്ദ്രൻ ഏട്ടാ, എനി ഹെൽപ്പ് ഫോർ യു ദുബായ് മോളെ. ഓക്കെ, ഞാൻ പറയാട്ടോ കേട്ടാ. ഹെൽപ്പൊന്നും വേണ്ട, എനിക്കൊരു വർക്ക്. പ്രഭു, ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഫൈൻ. ഹൗ ആർ യു? ഫൈൻ. സുഖമാണ്. അനിതയുടെ സ്ഥലം എവിടെയാണ്? ഞാൻ പാലക്കാടാണ്, ഇപ്പോ കോയമ്പത്തൂരാണ്. ഫുഡ് കഴിച്ചോ? കഴിച്ചു കേട്ടാ. ബിനീഷ് ചേട്ടൻ കഴിച്ചോ ഫുഡ്? സരവണൻ, കുറെ മെസ്സേജുകൾ മുങ്ങി. സോറി, ഒന്നും വിചാരിക്കരുത്. പെട്ടെന്ന് പുറത്ത് വായിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. സ്വന്തൻ, ഹൗ ആർ യു? സുനീർ, രതീഷ് ഏട്ടാ ഹായ്. സുരേഷ് ഏട്ടാ, ഗുരുവായൂർ അമ്പലത്തില് ഒരു വലിയ ഫാൻ ഉള്ളത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മണി ഹായ്. ഇപ്പൊ അതൊക്കെ ഉണ്ടോ? വലിയ ഫാൻ അവിടെ ഉണ്ട് ഏട്ടാ. രമേശ് ഹായ് അക്ക. ശക്തിവേൽ, ധർമ്മരാജ്, என்ன சாப்பாடு சாப்பிட்டீங்க? சிக்கன் எல்லாம் மட்டன். ஐயோ இல்லைங்க, நம்மள வெஜிடேரியன் தான் ரொம்ப பிடிக்கும், வேற வேலை இல்லை. ஐயோ, மறுபடியுமா? இப்பதானே உங்களை நான் பிளாக் பண்ணலீங்களா? சரி, உங்களுக்கு வேற வேலையே இல்லைப்பா, சாரி, வேலையே இல்லை. ஹாய் பழனிசாமி, சாப்பிட்டீங்களா ப்ரோ? எவ்வளவுதான் நான் பிளாக் பண்றது? தயவு செஞ்சு எனக்கு தமிழ் ஃப்ரெண்ட்ஸ் ஏங்க இப்படியெல்லாம் எனக்கு புரியல, எனக்கு ஒண்ணுமே. நீங்க தான் என்ன சொல்றது. ராஜேஷ், சுரேஷ் ஹாய். அக்கா கிட்ட இப்படி எல்லாம் பேசாதீங்க சரிங்களா? தமிழ்நாட்டில் நம்ம இருக்கிறீங்க, மோசமா பேசக்கூடாது. മുക്കിയതല്ല മുക്കിയതാണ് പിടിപെട്ട. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരും ഒന്നും தமிழ் ஃப்ரெண்ட்ஸ் ப்ளீஸ் எதுவும் சொல்லாதீங்க சரிங்களா? ப்ளாக் பண்ண முடியல என்னால். சக்திவேல், ரமேஷ் அக்கா ஹாய். அருண் ஹாய் குட்டி. கரண்ட் வந்துருச்சு. பாலா ஹாய் பேபி. ஷானு முகமது அக்கா சாப்பிட்டீங்களா? ரமேஷ் சாப்பிட்டீங்க. நிறைய ஃப்ரெண்ட்ஸும் நல்ல தமிழ் ஃப்ரெண்ட்ஸும் நல்ல ஃப்ரெண்ட்ஸ் மாதிரி இருக்கிறாங்க. அக்கான்னு சொல்லி நல்லா ரெஸ்பான்சிபிலிட்டியாக நல்லா பேசுகிறாங்கலாம் நிறைய ஃப்ரெண்ட்ஸ் இருக்குது. அக்கா മണ്ണൂർ இருக்கிறாங்க. മണ്ണൂർ എവിടെ? തൃശ്ശൂരാണോ? പളനിസ്വാമി, കേരള. ഹായ്, ഇന്ന് എൻ്റെ കുട്ടി സുന്ദരിയാണല്ലോ. ഫുഡ് കഴിച്ചോ? തമിഴ് സൂപ്പർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇല്ല പ്രതിഭട്ടൻ തിരിച്ച്. ഇന്നും മൊത്തം ഫുൾ കോമഡി ആണല്ലോ. എന്ത് ചെയ്യാനായിട്ടാ, വല്ലാത്ത ജതി. എല്ലാവരും എനിക്ക് പൊങ്കാല ഇടാൻ വരുന്നു. എന്ത് കുട്ടി, എന്തൊക്കെയോ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ബിനിൽ കുമാറേട്ടാ സുഖമല്ലേ? എവിടെയായിരുന്നു? കുറച്ചു ദിവസം വന്നേ ഇല്ല. സരവണേട്ടാ, സുരേഷ് എന്താ? സുഖാണ് സുരേഷ് ഏട്ടാ. ശ്രീനാഥ് ഹായ് ബേബി, ലവ് യു അക്ക. ഓക്കെ. ഷാനു ഹലോ. കാർത്തിക് PM എന്തൊക്കെയോ പറയുന്നു, വല്ലാത്ത ജാതി. എന്താ ചെയ്യാ. ഡ്രസ്. ഹായ് സുരേഷ് ബ്രോ, സാപ്പിട്ടീங்களா? ബ്രോ ഇപ്പൊ ആരും ഒന്നും പറയരുത് കേട്ടോ, പാവല്ല ചേച്ചി, ഇങ്ങനെ ജീവിച്ചോക്കോട്ടെ കേട്ടോ. സുരേഷ് ബ്ലോക്ക് ചെയ്യാൻ വയ്യ, എന്നാലും ഒരു സങ്കടം വരുന്നു ബ്ലോക്ക് ചെയ്യുമ്പോ. എന്തായാലും പാവം, നമ്മൾ ഇനി അടുത്തത് നല്ല വീഡിയോ ഒക്കെ ചെയ്യുന്നു പറയുമ്പോ പിന്നെ കാണാൻ പറ്റാതായ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ദേഷ്യത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെയിൻറ്റിൽ പറയായിരിക്കാം. ഹായ്, എന്ത് കുട്ടി ഫുഡ് കഴിച്ചോ? സുരേഷ് ചേട്ടാ കഴിച്ചു. സൂപ്പർ. ഹായ് ബ്രോ, എന്തുണ്ട് വിശേഷം? അപ്പൊ ഒന്ന് എന്നെ കുറിച്ച് ഒന്ന് എല്ലാ വീഡിയോ ഒക്കെ കണ്ട് എന്നെ ഒന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക കേട്ടോ. എന്തെങ്കിലും എന്താണ് എൻ്റെ ഭാഗത്തുള്ള തെറ്റ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ ഡ്രസ്സിങ് ആണോ, സംസാരിക്കുന്നതാണോ,
ഇല്ല, കുറെ ബാഡ് കമന്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തൊക്കെ മോശമായിട്ടുള്ള എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫുള്ളായിട്ട് ഒന്ന് നോക്കി വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ബാഡ് കമന്റ് ഇടുക ഫ്രണ്ട്സ്. സുഖല്ലേ ചക്കാരെ? ആ സുഖമാണ് ബാലുവേട്ടാ. പേടിയാണ് എനിക്ക് ബാഡ് കമന്റ് വായിക്കുന്നത്, പേടിയാവുന്നു. കാരണം എന്താ വെച്ചാൽ അതിലെന്താ ദൈവം ഇനി എന്താണാവോ, പെട്ടെന്ന് നമ്മൾ വായിച്ച് പോകുമ്പോഴേ അതാ. അപ്പൊ ഞാൻ അതാണ് പറയണത്. വീഡിയോ ഒക്കെ ഒന്ന് നന്നായി പരിശോധിച്ചിട്ട് ബാഡ് കമന്റ് ഇട്ടോളൂ കേട്ടോ, കുഴപ്പമില്ല. ഡ്രസ്സിങ്ങിലോ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ മോശം ഉണ്ടെങ്കിൽ പറയാലോ. അത്രയും ഞാൻ കറക്റ്റ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നതും റീൽസ് ചെയ്യുന്നത് ഒക്കെ. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ആണ് ഡ്രസ്സിങ്ങും സംസാര രീതിയും എന്തൊരു ഇതായിക്കോട്ടെ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ശല്യമോ അല്ലാതെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ആളാണ് കേട്ടോ. ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് ബാഡ് കമന്റ് ഇടുക പ്ലീസ് ഫ്രണ്ട്സ്. പറഞ്ഞില്ല എന്ന് പറയരുത്, നിറയെ ബാഡ് കമന്റ് വരുന്നു. അതുകൊണ്ട് എനിക്ക് അടിപൊളി ഫ്രണ്ട്സുമാർ കമന്റ് ഇടുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നവര്, എനിക്കതൊന്നും വായിക്കാൻ കഴിയുന്നില്ല. കാരണം ബാഡ് കമന്റ് വരുന്നത് കൊണ്ട്. പ്ലീസ്, ഇങ്ങനൊന്നും അല്ല. ഞാൻ 1.5 വർഷമായിട്ട് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് മറ്റു കമന്റുകളൊന്നും കോൺസെൻട്രേഷൻ ചെയ്ത് വായിക്കാൻ പറ്റുന്നില്ല, ബാഡ് കമന്റ് വരുന്നോണ്ട്. പ്ലീസ് ഫ്രണ്ട്സ്, ബ്ലോക്ക് ചെയ്തിട്ട് ആ സമയം ആ ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും എനിക്ക് 4-5 ഫ്രണ്ട്സുമാര് മെസ്സേജ് കഴിഞ്ഞ് പോകുകയാണ്. അപ്പൊ അവന്റെ വായിക്കാതിരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അല്ല ദേഷ്യം, ഒരു സങ്കടമൊക്കെ വരില്ലേ, ദേഷ്യം വരും. വായിക്കവൾക്ക് വലിയ ഇതാണോ ഗമയാണോ എന്താ നമ്മളെ മെസ്സേജ് വായിക്കാത്ത, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് പറയുന്നത് കേട്ടോ, പ്ലീസ്. ഇല്ലാതിരിക്കുമായിരുന്നു, സുഖമില്ലാതിരിക്കുമായിരുന്നോ? ലൈവ് വരുമ്പോൾ മരുന്ന് കഴിച്ചു കിടക്കുമായിരിക്കും അല്ല? അയ്യോ ശരി പിന്നില്ലേട്ടാ. ഓക്കെ, കണ്ടോ. അപ്പൊ നല്ല നല്ല ഫ്രണ്ട്സുമാരുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയില് 100-ൽ 2-3 പേര് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാലേ എനിക്ക് ഒരാളുടെ മെസ്സേജും മിസ് ചെയ്യാതെ വായിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നില്ല. ഇല്ല ഏട്ടാ. ജയേട്ടാ നമസ്കാരം. കുറെ ബാഡ് കമന്റ് വരുന്നു, അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു എന്റെ കാര്യം. ആരും മനസ്സിലാക്കില്ലെങ്കിൽ കുറച്ചു പേരെങ്കിലൊക്കെ മനസ്സിലാക്കില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്ന് അനിതയുടെ ലൈവ് കാണാൻ നല്ല രസമുണ്ട്, ഞാൻ പോവുകയാണ്. വൈകിട്ട് വരാം. റോബിനേട്ടാ ഓക്കെ, ടാറ്റ. പോയിട്ട് വരൂ. സുഖമല്ലേ? സുഖമാണ് ബാലുവേട്ടാ. അപ്പൊ കുറെ മെസ്സേജുകളൊക്കെ പോയി കണ്ടോ. അപ്പൊ ആരും ഒന്നും പറയരുത്, ഞാൻ കുറച്ച് എന്റെ 2-3 വാക്കുകൾ കാര്യങ്ങൾ പറഞ്ഞതാ. പാവല്ലേ ചേച്ചി. ഹായ് അനി, ഹൗ ആർ യു? ഫൈൻ ബാലാജി. ഓക്കെ, നമസ്കാരം ഏട്ടാ. ചേട്ടാ നമസ്കാരം, ഞാൻ പറഞ്ഞു. ப்ளாக் பண்ணுங்களா? சரி ஓகே வெயிட் பண்ணிட்டீங்க. சூரியக்கே தானே. ஸோ அது இந்த ப்ளாக் பண்ணி இந்த டைம் எடுத்துட்டேன் பார்த்தீங்களா? இந்த டைமுக்குள்ள எத்தனை பேர் மெசேஜ் பண்ணி நேரம் அதான் படிக்க முடியல. அசோக் ஹலோ மேடம். ஹலோ சரவணன், தமிழ் சாங் பாடுங்க. கண்டிப்பாங்க பாடுறீங்க. സുരേഷ് ഓക്കെ. ബാഡ് കമന്റ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്യും, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതെ എന്ത് ഏട്ടാ ചുമനേട്ടാ. എന്നാലും വിലപ്പെട്ട മെസ്സേജുകളാണ് എല്ലാവരും. എനിക്കത് വായിക്കാൻ കഴിയുന്നില്ല പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഈ അടിയിൽ കൂടെ അത് വരുന്ന കാരണേ നമ്മളിങ്ങനെ ബ്ലോക്ക് സമയം എടുക്കണമ്പോഴേക്കും പോയിക്കൊണ്ടിരിക്കുകയല്ലേ മെസ്സേജുകൾ, നിൽക്കുന്നില്ലല്ലോ. അത് കാരണമാണ്. ആദ്യമൊക്കെ ഇങ്ങനെ നിന്നിട്ട് 2-3 മെസ്സേജൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു, അത് കാരണമാണ്. ஷோக் ஹாய் மேடம், தமிழ் சாங் பாடுங்க. கண்டிப்பா பாடுறீங்க தம்பி. തങ്കദുരൈ ഓക്കെ. സനിൽ എന്തോ പറ്റുമോ എന്ന് എന്താ പറ്റുക ഡോ? പറ്റുമോ? എന്ത് പറ്റുമോ സിസ്റ്റർ? അങ്ക റൈന ഇല്ല, നല്ല വെയിലുപ്പാ. സെന്തിൽ വേണ്ട, അത് നെറ്റ്വർക്ക് ചെറിയ പ്രശ്നം. സുഖമാണ് ഏട്ടാ. ശ്രീനിവാസൻ ഏട്ടാ സുഖമാണ്. ഹായ് സന്തോഷ്. തങ്കദുരൈ ഹായ് അനി. ചിന്ന മുഹമ്മദ് ഏട്ടാ തങ്കദുരൈ വായിച്ചു. പ്രവീൺ ജോസഫ് ഹായ്. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടോ.
ഞാൻ പാടി പറഞ്ഞു എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പരിശോധിച്ച് ബാഡ് കമന്റ് ഇടാൻ പറഞ്ഞു. കേൾക്കുന്നില്ല. അതാണ് ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ആകുന്നില്ലല്ലോ ദൈവമേ. ഇതെന്തുവാ പറ്റിയപ്പോ? എന്താ ചെയ്യാ ബ്ലോക്ക് ആകാത്തത്? என்ன பண்றது? ബ്ലോക്ക് ആവുന്നില്ല. ഓക്കെ, സന്തോഷം. ബിജു ഏട്ടാ ഹായ്. ഗഫൂർ ഏട്ടാ നമസ്കാരം. 4 നമസ്കാരമായി. സോറി ഏട്ടാ ഗഫൂർ ഏട്ടാ, സോറി. ഹായ് മാഡം. അതാ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മെസ്സേജ് ഒന്നും കാണാൻ പറ്റാത്തോണ്ടാ. ഇവിടെ ബ്ലോക്ക് ചെയ്ത് സമ്മ ക്യൂട്ട്. താങ്ക് യു. ടെക്സ്റ്റ് ഹായ് അനൂപേട്ട ഹായ്. എൻ്റെ കുട്ടി ഹായ്. ഉദയകുമാർ ഹനിത കുട്ടി സുഖാണോ? സുഖായിരിക്കുന്നു. നീ എവിടെയാ? എന്തു വേണമെങ്കിലും തരാവാ. കോമഡി ആയിട്ടുണ്ട്. ജേട്ടാ അയ്യ എന്താ ചോദിക്കുന്നു? വണക്കം സന്തോഷ് ബ്രോ. മുരുകൻ പാടാൻ പറ്റുമോ ചോദിക്കുന്നു. പാടാൻ പറ്റും. ഇപ്പത്തെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് പാട്ട്. ഇല്ലെങ്കിൽ ഫുൾ പാട്ട് തന്നെ കേട്ടോ. പാടി എല്ലാവരും വെറുതെ ഓടിയവരുണ്ട്. അയ്യോ വയ്യ. രമേശ് ഏട്ടാ ഹായ്. രമേശ് ഏട്ടാ ഹായ്. നിർത്തി ഞാനാണ് വായിക്കുന്നത്. ദൈവം ഇത് എവിടെ കൊണ്ട് അവസാനിക്കുന്നത് അറിയില്ല. നീ ഇങ്ങനെ ലൈവ് വന്നിട്ട് എന്താ കാര്യം? അതൊക്കെ ഞങ്ങൾ നില ചേച്ചിയും രശ്മി ചേച്ചിയും വരണം. എന്താ രസം. അതെ എന്ത് പറയണത് അവരൊക്കെ? പറയേട്ടാ. ഇവരൊക്കെ ആരാ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആരുടെ വീടും കാണാറില്ല. സത്യം എനിക്കതിന് എന്താ പറയാ സമയം കിട്ടാറില്ല. വീഡിയോസ് ഒന്നും കാണാൻ സമയം കിട്ടുന്നില്ല. പാലക്കാട് എവിടെയാ വീട്? കോട്ടേക്കാട്. ഹൗ ആർ യു? ഫൈൻ സന്തോഷ്. രത്നകുമാർ പാലക്കാട് ചെല്ലാം. സൂപ്പർ. ഓക്കെ. ബിജു ഫുഡ് കഴിച്ചോ? കഴിച്ചു ഏട്ടാ. ഏട്ടൻ കഴിച്ചു ഏട്ടാ. വേറെ വിശേഷം? നല്ല വിശേഷം. സത്യനാരായണൻ ഏട്ടാ. എന്ത് കുട്ടി? വിനായക് ഉറങ്ങുന്നു. ഈ ചുരിദാർ ഇട്ടുകൊണ്ട് ചെയ്ത റീൽസ് കൊള്ളാം. അതല്ലേ? ശരി ഏട്ടാ, താങ്ക് യു ഏട്ടാ. വേറെന്താ വിശേഷം? എന്ത് കുട്ടി? വിനായക് അതെ ഉറങ്ങിന്നു ഏട്ടാ. ഉറങ്ങുന്നു വിനായക്. ബിന്നിലേട്ടാ കുറച്ചൊക്കെ എന്തൊക്കെയോ വായിച്ചു. ഓക്കെ. എങ്ങനെയോ ഒന്നും വായിച്ചിട്ടില്ല. ചിറ്റു ബാബു ഹായ്. സതീഷ് കുമാർ ഹായ്. കുട്ടി സുരേഷ് ഹായ്. കാശു കല്ലൂർ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. ഉദയകുമാർ ഉദയം. ഓടപ്പാലം മലമ്പുഴ ഭാഗത്ത് ആനകൾ കൂടുതലാണ് അത്ര. അതല്ലേ? അയ്യോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ് അനി. ഹായ് ഭാസ്കർ. വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു. എൻ്റെ മെസ്സേജ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുറേ മെസ്സേജുകൾ മിസ്സായി ബിനിഷേട്ടാ. செந்தில்குமார் ஹாய் அனி. சாப்பிட்டீங்களா? சாப்பிட்டீங்க. எங்க போனீங்க செந்தில்குமார்? வரவே இல்லைங்க. கம்யூனிகேஷன் എന്താ പറയുന്ന കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ അങ്ങനെയാണോ? പ്രദീപ് കാണുന്നില്ലേ? കണ്ടല്ലോ. എന്തു പറയണമെന്ന്? വിശേഷം? നല്ല വിശേഷം. എന്താണ് പിന്നെ വർക്ക്? ബ്യൂട്ടിഫുൾ. ലക്ഷ്മൺ സുരേഷ് മയിൽസ്വാമി. സുരേഷ് ഹായ്. എന്താ പറയുന്നു? അയ്യോ എന്താ ചെയ്യാ? എന്താ പറയുന്നത്? ശരി ടെൻഷൻ ആവണ്ട ഏട്ടാ. വിടിയേട്ടാ. ചേച്ചി ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ടെൻഷൻ ആവണ്ട ജയേട്ടാ. ഇപ്പൊ തന്നെ നമുക്ക് ഇതാവണ്ടല്ലേ ജയേട്ടാ.
ബ്ലോക്ക് ചെയ്താൻ പറഞ്ഞ ബ്ലോക്ക് ചെയ്യട്ടാ, ടെൻഷൻ ആവണ്ട. സുരേഷ് കുമാർ ഹായ്. സുരേഷ് കുമാർ ഗുഡ് ലക്ക്. അരുൺ കുമാർ ഹായ്. അനിത, നമ്മുടെ ഭാഗത്ത് കുഴിനായികൾ കൂടുതലാണ്. കുഴിയാനകൾ കുഴിയാനകൾ അല്ലേ? കുഴിയാനകളാ? കുഴിയാനകൾ ഉദ്ദേശിച്ച സുരേഷ് ചേട്ടാ? ഞാനില്ലേ ഈ കുഴിയാനകളെ എങ്ങനെ അറിയാമോ, ഇങ്ങനെ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവില്ല, അപ്പൊ അതിലിങ്ങനെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. രാവിലെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ അതിനുള്ളിൽ നിന്ന് ചെറിയ ആനക്കുട്ടികൾ മാതിരി. അതാണോ ഉദ്ദേശിച്ചേട്ടാ? കുഴിയാനകൾ. അതിന് കുഴിയാനെന്നല്ല പറയാ, അതിനെന്തോ ഒരു പേര് പറയും, അതാണോ? ഞാൻ കളിയാക്കിയതല്ല ചേട്ടാ, എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ സുരേഷ് ചേട്ടാ. അരുൺ ഹായ്. അനിത, ആവശ്യമുള്ളവര് വായിക്കുന്നുണ്ടല്ലോ. ആവശ്യമുള്ളവരുടെ വായിക്കുന്നുണ്ടല്ലോ. ആവശ്യമുള്ളവരുന്നില്ല, ഞാൻ അതിൽ കാണുന്നതെല്ലാം വായിക്കുന്നുണ്ട്. രാജേട്ടാ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ? എന്താ ഏട്ടാ, ഒരുപാട് മെലിഞ്ഞ ഞാന്. പറയൂ. ഞാൻ എത്ര മെസ്സേജ് അയച്ചു, ഒന്നും വായിച്ചില്ല. അതന്നെ പ്രദീപേട്ടൻ കണ്ടോ? അതെ. മയിൽസ്വാമി ഓക്കെ. രാജേന്ദ്രൻ ഹലോ. സെന്തൽ ഹായ്. അനി ബ്ലൂ ചുടിദാർ സൂപ്പർ ഇടാ. താങ്ക് യു. ഷാജി സോമോൻ ഹലോ. സുഹൃത്തെ പറയേട്ടാ. ഷാജിയേട്ടൻ പറയും. സുഖമല്ലേ? അരുൺ കുമാർ എന്താ ജോബ്? ഹൗസ് വൈഫ് ഏട്ടാ. തന്നെ ഹായ്. മാളു, കുട്ടികളൊക്കെ എവിടെ? കുട്ടികള് ഉറങ്ങുന്നു. ഒരു കുട്ടി ഉറങ്ങുന്നു, 2 കുട്ടികൾ കളിക്കാൻ പോയി. രാധാകൃഷ്ണൻ ഹായ്. ശ്രീജിത്ത് ഹായ്. അനിയത്തിക്കുട്ടി 18-ന് വീണ്ടും അഡ്മിറ്റ് ആകും. അയ്യോ, 20-ന് ഓപ്പറേഷൻ ആണ്. പ്രാർത്ഥന ഉണ്ടാകണം കേട്ടോ. ഉണ്ടാകും ഏട്ടാ. ബിനീഷേട്ടാ, ബിനിലേട്ടാ, ഉണ്ടാകും കേട്ടോ. പ്രാർത്ഥിക്കാൻ ഞാൻ. ഒന്നും സംഭവിക്കില്ല, സുഖമായി വരും. ഇത് ഓക്കെ. ടാറ്റയാണോ? ഓക്കെ. ഇത്രയും ദിവസം മെസ്സേജ് സ്പീഡില്ലാട്ടായിരുന്നു. ഇപ്പോൾ സ്പീഡായപ്പോൾ വായിക്കാനും പറ്റുന്നില്ല. അതെന്നെ രാധേട്ടാ. കാർത്തി സാപ്പിട്ടീங்களா? എന്തൊക്കെ ഇഷ്ടമുള്ള കമന്റ് മാത്രം വായിക്കുന്നു. ഞാൻ പോകുന്നു. പ്രദീപേട്ട, അങ്ങനെയൊന്നും പറയരുതിട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണത് എന്താ പറയാ, ശരിയല്ല. ഞാൻ എല്ലാവരെയും വായിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ, അങ്ങനെ ഒന്നുമില്ല, തെരഞ്ഞ് ഞാൻ വായിക്കാറില്ല. ബാലകൃഷ്ണൻ ഹൗ ആർ യു? ഫൈൻ. വീരസ്വാമി ഇപ്പോൾ എവിടെയാണ്? വീട്ടിലാണ് ഏട്ടാ. നാസറേട്ടാ. രാജ ഹലോ. ഭക്ഷണം കഴിച്ചോ? രവി പക്ഷെ ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ വായിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എല്ലാവരുടെ അടുത്ത് കൂളായിട്ട് നമുക്ക് വർത്താനം പറയാനും സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ പടപടാന്ന് വായിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരുടെയും പേര് വായിച്ചതുകൊണ്ട് കാര്യമായി. വിനിൽ കുമാർ ഏട്ടാ ചിരിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു ഏട്ടാ. ദേവി രമേശ് ഹായ് മാഡം. ഹെവി റെയിൻ ഭയങ്കര മധുരയില്. മധുരയിലും മഴ സൂപ്പർ. വിനിൽ കുമാർ നല്ല ചിരിയാണ്. താങ്ക് യു അരുണേട്ടാ. எங்கடா அம்மா? விநாயக் குட்டி தூங்கிட்டு இருக்கிறாங்க. மணி கண்ணன் ஹாய். சுரேஷ் குமார் ஹவ் ஆர் யூ? அப்படி കുറെ മെസ്സേജുകൾ മുക്കി. ഗോവിന്ദൻ സ്റ്റിക്കർ അയച്ചു. സുരേഷ് കുമാർ ഹവ് ആർ യു? രതീഷ് ഏട്ടാ ഹായ്. വാട്സപ്പ് നമ്പർ ഒന്നും ഇല്ല, എന്റെ സ്വന്തമായിട്ട് എനിക്ക് നമ്പർ ഇല്ല, സത്യം പറഞ്ഞ. സുരേഷ് കുമാർ ഹവ് ആർ യു? ഫൈൻ. പഴമൊന്നും വേണ്ട കേട്ടോ, ഇവിടെ നിറച്ചു വീട്ടിൽ പഴമുണ്ട്, അതുകൊണ്ട് പഴമൊന്നും കഴിക്കുന്നില്ല. ഹലോ എന്നാச்சு மெசேஜ் பண்ற ரெஸ்பான்ஸ் இல்லை யாருக்குமே ரெஸ்பான்ஸ் பண்றது இல்லைன்னல்ல. ஒன்றும் ரொம்ப ஃபாஸ்ட்டாக போனதுனால படிக்க முடியலைங்க. സൂപ്പർ. സന്തോഷ്. ചൂട് കുറഞ്ഞോ പാലക്കാട്? കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഞാനിപ്പോൾ കോയമ്പത്തൂരല്ല, എന്ത് ചെയ്യാനാ. രാമകൃഷ്ണൻ ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ. സുരേഷ് ലവ് യു ബേബി. യെസ്റ്റർഡേ ബിഫോർ ഡേ கோயம்புத்தூர் கிளைமேட் இஸ் குட். சூப்பராக இருந்தது, அழகா இருந்தது, அதனால தான் அந்த ரீல்ஸ் பண்ணீங்க.
രാമകൃഷ്ണൻ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. സുരേഷ് കുമാർ സാപ്പിട്ടാച്ചാ. മിത്ര ഹായ് ജെൻഗോബിയേട്ടാ ഹാർട്ട്. സുരേഷ് കുമാർ സാപ്പിട്ടാച്ചാ. ടുഡേ ലഞ്ച് എന്ന സ്പെഷ്യൽ ഒന്നുമില്ലേ. பருப்பு கடைஞ்சது, பச்சைப்பயிறு கடைஞ்சது, முட்டைக்கோசு கேரட் போட்டு பொரியல் பண்ணாங்க. രസം வைக்கல, ടൈം கிடைக்கல. സുരേഷ് കുമാർ സാപ്പിട്ടാച്ചാ. ഓക്കെ. രാജാ ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് കുട്ടി ഇജ്ജ് ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് സത്യം പറയാലോ ഫുഡ് കഴിച്ചിട്ടില്ല. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടില്ല, കഴിക്കണം. മണികണ്ഠൻ ഹായ്. തങ്കരാജ് ഹായ് മണികണ്ഠൻ. ഹൗ ആർ യു? ഓക്കെ റാസ് സൂപ്പർ, താങ്ക് യു. ബാലാജി ശേഖർ ഹായ് ബേബി ഹായ്. ബ്ലോക്ക് എനിക്ക് വയ്യ. മുരുക എവിടെ നിന്ന് വരുന്നു? മുരുക എന്താ കുറ്റിയും പറിച്ചുകൊണ്ട്? കുമാർ ലവ് യു. മണികണ്ഠൻ ഫൈൻ. ഓക്കെ ഫൈൻ. പിന്നെ എന്താണ്? അനിയത്തി കുട്ടി പോയിട്ട് വരാം. വിനായകനോട് അന്വേഷണം പറയണം. ഓക്കെ ബിനിൽകുമാർ ഏട്ടാ. ആഷിക്ക് ഓക്കെ. ജീവ സുരേഷ് ഹലോ. നിങ്ങൾ ஓகேയാണ്? വയ്യ, முடியல, டயர்ட் ஆச்சு. குட்டீஸ் எப்படி இருக்கிறாங்க, என்ன பண்றாங்க? 2 பேரும் விளையாட போயிருச்சாங்க, ஒரு ஆள் தூங்கிட்டு இருக்காங்க. மணிகண்டன் ஒர்க் பண்றீங்களா? இல்லைங்க, ഹൗസ് വൈഫ്. ഇനി വൈകണ്ട, പോയി കഴിച്ചോ? 3 മണി. ഇപ്പോഴെപ്പോഴാ കഴിക്കുക? അതെ രാവിലെ തന്നെ കുറച്ച് വൈകിയാണ് കഴിച്ചത്. സുരേഷ് ഏട്ടാ. സെന്തിൽ കുമാർ ഹായ്. എന്താ മാഡം? സുനീഷ് ബാബു ഹായ്. രാമകൃഷ്ണൻ റെഡ്ഡി ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. സൂപ്പർ ഹായ്. நமஸ்கார் ராஜ். என்ன லேட் ஆயிடுச்சுங்க? நமஸ்கார் ராஜ். என்னாச்சு? சாப்பிட்டீங்களா? ஹார்ட் யுவர் லஞ்ச். சரி ஸ்பெஷல். சரவணன் യുവർ നെയിം അനിത. സ്വപ്നക്കൂട്. ഉമ്മയില്ലേ വീട്ടില്? എന്താ പറയണത്? ഡ്രസ് ഇടാൻ പറയണല്ലേ? അത് കൊള്ളാം, എന്തായാലും അടിച്ചു പൊളിച്ചു. മറുപടി പൊളിച്ചു. കോയി ഹായ്. ഞാന് കോങ്ങാടാണ്. എവിടെയാണ് സ്ഥലം? സന്തോഷേട്ടാ. എന്റെ വീട് പാലക്കാടാണ്, ഇപ്പൊ ഇരിക്കുന്നത് കോയമ്പത്തൂരാണ് കേട്ടാ. செல்வம் ஹாய் அக்கா. ஹாய் செல்வம், எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா செல்வம்? ചക്കര ഹായ്. മുത്തു വെരി ബ്യൂട്ടിഫുൾ സെൽവം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഫുൾ ഹാപ്പി അല്ലേ? പിന്നെ എന്താ, ഹാപ്പിയാണ് ഞാൻ. കുമാർ സൂപ്പർ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ശേഖർ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു ഏട്ടാ. സുനീഷ് ബാബു ഏട്ടാ. കുമാർ സൂപ്പർ. എന്തുണ്ട് നല്ല വിശേഷം. മെസ്സേജുകളൊക്കെ മുങ്ങി പോകുന്നല്ലോ. ഫുഡെല്ലാം കഴിച്ചു. എന്തൊക്കെയാണ് വിശേഷം? കുറഞ്ഞു. ചൂട് കുറഞ്ഞിട്ടില്ല. ഇന്നെന്തോ ചൂട് കുറഞ്ഞ പോലെ ഒരു തോന്നല്. ചിലപ്പോ ഈ ഡ്രസ്സ് വൈറ്റൂടെ ഡ്രസ്സ് സോ ക്യൂട്ട്. താങ്ക് യു സന്തോഷ്, താങ്ക് യു സോ മച്ച്. കൃഷ്ണകുമാർ ഹായ്. ഗഫൂറേട്ട എന്തോ പറയുന്നത് കേക്കട്ടെ. അവിടെ വീണ്ടും ചൂട് കൂടിയോ? ആകെ വിയർത്തില്ലേ? വിയർപ്പല്ല, അത് എണ്ണയാണ്. തലയില് എണ്ണ വെച്ച് ഷാമ്പൂ ഇട്ടില്ല, അപ്പോ അങ്ങനെ വന്നില്ല. അതാണ് ഇങ്ങനെ ഇറങ്ങും തലയിലെ എണ്ണ മുഖത്ത് ഇങ്ങനെ ഇറങ്ങും എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഇതാണ് സംഭവം. വേർപ്പില്ല, ചൂടേ ഇല്ല. പാലക്കാട് ചൂട് അങ്ങനെ ഉണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ കോയമ്പത്തൂരല്ലേ. റിങ്സ് മാച്ചിങ് ഓർ നോട്ട്? ഇല്ല, മാച്ചാണല്ലോ. മാച്ചാ വൈറ്റ്. രാജ് സെൽവം സൂപ്പർ അക്ക. രാജ ഹായ്. ഉദയകുമാർ ഹായ്. നമ്മളെ സുഖമായിരിക്കുന്നു. സെന്തിൽ ഓക്കെ. സുബ്രഹ്മണ്യൻ ഹായ്. രാജേഷ് അയ്യം പൊള്ളാച്ചി. ഓക്കെ. കോയമ്പത്തൂർ ചൂടുണ്ടോ? സാരിയിലെ ലുക്ക് സൂപ്പർ ആണെന്നാ പറയണല്ലേ. നാട്ടിൽ ചൂടാണോ? ഇപ്പൊ ചൂടാണ്, അവിടെ ചൂടനായിരിക്കും. പിന്നെന്താണ് പറയേ? അതീവ സുന്ദരിയായിരിക്കുന്ന ഹണിമൂൾ. ആരാണത് ഹണിമൂള്? ഞാനല്ല, ഭാഗ്യാവും. അടിപൊളി ഡ്രസ്സ്. മഴയുണ്ട് അവിടെ? മഴയില്ല ഏട്ടാ. ഡ്രസ്സ് സൂപ്പർ ആണല്ലേ പ്രതീക്ഷ ഏട്ടാ. താങ്ക് യു ഏട്ടാ.
അനിതിക്കുട്ടി, മക്കൾക്കും എല്ലാവിധ അനുഗ്രഹവും ദൈവം തരട്ടെ, പ്രാർത്ഥനയുണ്ടാകും. ഓക്കെ ഏട്ടാ, താങ്ക് യു ഏട്ടാ. ഹായ് മുരളീകൃഷ്ണൻ, സരവണൻ, കാർത്തിക്കുട്ടി, രാജ, നൈസ് ലുക്ക്, താങ്ക് യു. പാൽ പാണ്ടി, താങ്ക് യു. സൂപ്പർ സൂപ്പർ ഇൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്. ഷിബു ഹായ്. ഞാൻ ഹാപ്പി അല്ല കേട്ടോ, ഞാൻ പഴയ മാതിരി തന്നെ ആവുകയാണ്. കുറച്ച് അലറി. എന്തിനാ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേട്ടാ? ഗോകുൽ കണ്ണൻ ഹായ്. ഷൈജു ജോസഫ്, എന്താ ഏട്ടാ രാധ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണ? സൗണ്ട് ഏതോ എന്താ പറയാ വിൽക്കാൻ വരുന്നു. പേസ തെരിയും നാസീർ ഏട്ടാ. മുരളീകൃഷ്ണൻ, ഷിബു ഏട്ടാ ഹായ്. മഹാരാഷ്ട്ര സ്റ്റൈല് ഫോർ യു. ഷഫു ഹായ്. ലിജു ഏട്ടാ ഹായ്. ഷിബു ശങ്കർ ഹായ്. ഷഫട്ട ഹായ്. കരബാ കുന്തിമണി എന്നായിരിക്കും. അനീഷ് ഹായ്. ഹലോ മാഡം നസീർ, ഗുഡ് ആഫ്റ്റർനൂൺ പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഹായ്. ഞാൻ വീണ്ടും വന്നു, കുറച്ച് തിരക്കാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡൊക്കെ കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിച്ചു, സുഖമാണ്. ഏട്ടൻ കഴിച്ചോ? തെലുങ്ക് വാച്ച് മാഡം മാത്താൻ ഇപ്പോൾ പറയുന്നു. മാഡം നസീർ ഹായ്. അനി സ്പീക്ക് ഇൻ തമിഴ്, യുവർ വോയിസ് ഇസ് സ്വീറ്റ്. എന്താ ഐ ആം having mango juice, you are most welcome. മാംഗോ ജ്യൂസാ ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമല്ല. ആലപ്പുഴ 38. ഓക്കെ മുരളി ഏട്ടാ, അപ്പം അത്ര ചൂടുണ്ട് അവിടെ ആലപ്പുഴയിലല്ലേ? മഴയൊക്കെ പെയ്യാണല്ലോ. ഇളവരസൻ ഹായ്. ഹായ് ഫ്രണ്ട്സ്. ഗണേഷ് കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് അയക്കാം. ഓക്കെ ഏട്ടാ. മുരളീകൃഷ്ണൻ ഗുഡ് ഈവനിങ്. പിന്നെ മാഡം സുരേഷ് ഏട്ടൻ. ഹരിദാസ് ഗുഡ് മോർണിംഗ്. അനിത പാലക്കാട് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉമേഷ് ഹായ്. ഹായ് ഹായ്. സുനിൽ ഹായ്. ഇന്നെന്താ ഫുഡ് കഴിച്ചതിനെ പറ്റി ചോദിക്കാത്തത്? എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഗ്രേവിയും ഉണ്ടായിരുന്നു. ഞാൻ സദ്യ കഴിച്ചു. സൂപ്പർ, അടിപൊളി ഏട്ടാ. ചോദിച്ചില്ല അല്ലേ ഫുഡ് കഴിച്ചാൽ? ആരോടത്തും ചോദിച്ചില്ല അല്ലേ ഫുഡ് കഴിച്ചാ? എന്താ അത്, എവിടെ പോയി? ഫ്രണ്ട്സൊക്കെ പോയോ? ജയേട്ട ഫുഡ് കഴിച്ചേട്ടാ? ഹായ് മാഡം. ഞാനും കഴിക്കണം. ഇതാ ബ്ലോക്ക്. എവിടെ പോയി ഏട്ടാ? എവിടെ ബ്ലോക്ക് പറഞ്ഞു? ഇതാ താഴെ വരണം ബ്ലോക്ക്. എന്താ ചെയ്തിനൊക്കെ ഞാൻ എങ്ങനെ ബ്ലോക്ക് ചെയ്യാനാണ്? സമയം പിടിക്കുമല്ലോ ദൈവമേ. ബ്ലോക്ക് ആയി, ഭാഗ്യം ഇന്ന് ലേറ്റായില്ല. ഇതിനെയും ബ്ലോക്ക് ചെയ്യണം. I will learn Malayalam or you Marathi. எனக்கு மலையாளமே தெரியாது. அப்புறம் தான் மராத்தி போயிடுச்சு. ஓகே ராஜ் சாப்பிட்டாச்சுங்க. நிறைய பேர் சாப்பிட்டாச்சுன்னு கேட்குறோம். ரொம்ப மிஸ் பண்ணிட்டாங்க எல்லாருமே.
എല്ലാവരും. സുരേഷ് ഹായ് അനി. സാപ്റ്റാച്ചുங்க സാപ്റ്റാച്ചു. ലവ് യു. പ്രവീൺ കുമാർ, സെന്തിൽ കുമാർ എന്തോ പറയുന്നു. മാഡം പറയൂ. എങ്ക പൊരിച്ചതും ഓക്കെ. ഐ ആം ഗോയിങ് ടു ലഞ്ച്. ഓക്കെ, കഴിച്ചിട്ട് വരൂ. സാപ്പിടുങ്ങ. സന്തോഷ് ഹായ് ക്യൂട്ട് ബേബി. ഞാനിപ്പോൾ 3 ഗ്ലാസ് മാംഗോ ജ്യൂസ് കുടിച്ചു. ഫ്രഷ് ജ്യൂസ് വീട്ടിലുണ്ടാക്കി. സൂപ്പർ ഷിജു ഏട്ടാ. വാട്ട് യുവർ ഈറ്റ് ഇൻ മീൽ? சாப்பிடல, இனிமேல் தான் ராஜ். பசிக்குது. சொல்லி சொல்லி பசி வந்துருச்சு எனக்கு. ஐயோ ஐயா. நீங்க தமிழா? மலையாளம். சோ கியூட். லவ் யூ டு பியூட்டி. ஹாய் அனிதா. ഇവരൊക്കെ ഒന്നും വേറെ പണിയില്ല. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? പണിയൊന്നുമില്ല. ഇത്ര തന്നെ പണിയെടുക്കണ്. മതിയായി. ബോറടിച്ചു പണിയൊക്കെ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ലൈവിൽ വന്നിരുന്ന് വർത്തനം പറയാൻ വിചാരിച്ചു. ഹായ് അമ്മ. പോട്ടെ ഫ്രണ്ട്സ്. പോയിട്ട് നൈറ്റ് വരാം. എന്തു പറയുന്നു ഫ്രണ്ട്സ്? തമിഴ് നീങ്ക. ഓക്കെ, തമിഴ് തമിഴ്, മലയാളം മലയാളം. എന്തപ്പോ തമിഴ് മലയാളത്തിലും ഹിന്ദിയിലൊക്കെ എന്തിരിക്കുന്നു? എല്ലാവരും മനുഷ്യന്മാരാണ്. ഇന്ന് കംപ്ലീറ്റ് ബാഡ് കമാൻഡ് ബാഡ് സ്റ്റിക്കർ ആണല്ലോ വരുന്നത്. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. മറ്റേ മുരുകൻ ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. കമ്മോൺ. ബ്ലോക്ക് ചെയ്യുക. ഗഫുറട്ട് ടാറ്റ പറഞ്ഞു. ഇതെന്താ ഇത്? കാർത്തിക്കിന് ഇത്ര കോപം? യു ഗോട്ട് ഇറ്റ്. അനിൽ കുമാർ. ஹாய் அக்கா. சாப்பிட்டாச்சா? சாப்பிட்டீங்க. நீங்க சாப்பிட்டீங்களா? ஜன் கபீர் ഹായ്. നമസ്കാരം. നമസ്കാരം കബീരേട്ടാ. ആര്യ ഹലോ. സുഖാണ്. ഹലോ വണക്കം. വണക്കം. ബൈ. ഗുഡ് ബ്രോ. ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. കമാൻഡ് എഴുതി മടുത്തു, വായിക്കുന്നില്ല. അതാ. വാട്ട് ഈസ് യുവർ നെയിം? അനിത. നീ വായിക്കേട്ടാ. അതെന്തുവാ അത്? സ്റ്റിക്കർ അടി കൂടെ വന്നിട്ട് ഭ്രാന്ത് പിടിക്കണോട്ടോളെ. സുന്ദരിയാണല്ലോ ഇന്ന് അനിത. അതല്ലേ ശിജുട്ട? എന്താന്ന് സുന്ദരി? ഒന്നുമില്ല. എണ്ണ തേച്ച് കുളിച്ചതുകൊണ്ടാ? അയ്യപ്പൻ BK. ആരാണ് എണ്ണ തേക്കാറില്ലെന്ന് പറയാ? ആരാണ് എണ്ണയെ തേക്കാറില്ല? ആരാ പറഞ്ഞത്? ജയേട്ടനാണ് തോന്നുന്നു. തലയിൽ എണ്ണയെ തേക്കാറില്ലല്ലോ. ഇന്ന് തല നിറയെ എണ്ണ തേച്ചിട്ടാ വന്നിരിക്കണേട്ടാ. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ ഷാജിദേട്ടാ. ഹായ്. നമസ്കാരം. എന്തു പറ്റി? സങ്കടം പോലെ? ഒരിക്കലും ഇല്ല, സങ്കടം ഇല്ലെന്ന്. നമസ്കാരം. പാലക്കാട്. രാജ. ഗണേഷ് കുമാർ. ജയറാമൻ ഹായ്. ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ അനിത. ഹൗ ആർ യു? ഫൈൻ. ഷൺമുഖം എന്തോ പേര് വായിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഹാർട്ടോടെ വന്നിരിക്കുന്നു. അയ്യപ്പൻ PK ഹായ്. ഞാൻ പോട്ടെ. വൈകുന്നേരത്ത് വരാം. ഇന്നത്തെ ഡ്രസ്സ് സൂപ്പർ. താങ്ക് യു. കമാൻഡ് കാണാത്തത് കൊണ്ട് ഞാൻ പോയി ചായ കുടിച്ചു വരാം. ചോറ് തിന്നാൽ ഉടനെ ചായ കുടിക്കണം എനിക്ക്. അതെങ്ങനെയാണ് അപ്പൊ ഇതില്ലേ? റിമെമ്പർ ദ സോങ് അല്ലേ? സന്തോഷ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആണ് മോളെ. ഫോളോ ചെയ്യുമോ? പിന്നെന്താ? ആര്യ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഹായ് അച്ചു. ഇതിന്റെ ഇടയിൽ കൂടെ അച്ചുവും വന്നു. രാജേഷ് ഏട്ടാ ഹായ്. ഇന്ന് വല്ലാണ്ട് എന്നെ ഇങ്ങനെ ഇട്ടിട്ട് വലിയ ബാഡ് കമന്റ് ആണെന്ന്. അച്ചു സുഖമല്ലേ? കുട്ടികളൊക്കെ എവിടെ? മനോജ് ഹലോ. കുട്ടികളൊക്കെ എവിടെ? ഇപ്പൊ എവിടെയാണ്?
അച്ചു അപ്പൊ എവിടെയാണ് പറയ്. ഹായ്ഡാ മൈ സിസ്റ്റർ. ഹൗ ആർ യു? അഞ്ജു അല്ലേ? അഞ്ജു. അപ്പോ ശരി എന്നാ പിന്നെ നമുക്ക് വൈകുന്നേരത്ത് കാണാം. പോയി ഭക്ഷണം കഴിക്കട്ടെ, വയറ് വിശക്കുന്നു. ജൂസ് നമസ്കാരം. ഫുഡ് കഴിക്കട്ടെ കേട്ടോ. രഘുനാഥൻ താങ്ക് യു. വരുന്നു, സ്പീഡ് ഓടുന്നുണ്ട് മെസ്സേജ്. എന്താ എവിടേക്കാ പോണത്? നമ്മ വായിക്കട്ടെ എങ്കിൽ എന്തെങ്കിലും ഒന്നിച്ച് ഉറപ്പിക്കുമോ? ഒന്നെങ്കിൽ അച്ചു അല്ലെങ്കിൽ അഞ്ചു. ഞാൻ അച്ചു എന്നാ വിളിക്കാറ്, ഇവരൊക്കെ അഞ്ചു അഞ്ചു എന്ന് വിളിക്കുന്നു. എന്നമ്മോ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നല്ലോ. അതെ വന്നല്ലോ, വന്നില്ല എന്നാണോ വന്നല്ലോ എന്നാണോ? വന്നോ? ശരി ശരി സൂപ്പറായിട്ടാ വന്നു. ഇന്ന് നോട്ടിഫിക്കേഷൻ എന്താ വന്നറിയോ? ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടരുത്, ലിപ്സ്റ്റിക്ക് ഇടരുത്. ഇടില്ല കേട്ടാ. എനിക്ക് ലിപ്സ്റ്റിക്ക്, പൗഡർ, കൺമഷി, ഐലിനിയർ ഒന്നുമില്ല. നാച്ചുറൽ ആണ്. ബ്യൂട്ടി എന്ന് പറയുന്നില്ല, നാച്ചുറൽ ആണ് കേട്ടോ. കുളി കഴിഞ്ഞു, തലയൊന്ന് ചീവി ഒതുക്കി, പൊട്ടു വെച്ചു, കുങ്കുമം, കമ്മലിട്ടു, അത്ര തന്നെ. സാപ്പിട്ടീങ്ങളാടാ മൈ സിസ്റ്റർ അച്ചു. കുട്ടികള് സന്തോഷ്, കുട്ടികളൊക്കെ കളിക്കാൻ പോയി ഏട്ടാ. ഒരു കുട്ടി മാത്രം ഉറങ്ങുന്നു, 2 കുട്ടികൾ കളിക്കാൻ പോയി. രാജേഷ് ഏട്ടാ ഹായ്. എല്ലാവർക്കും സുഖമല്ലയോ? സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, നല്ല വിശ്വസിക്കുന്നു. മധുര ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമോ? ചുണ്ടിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ച, അവര് നാച്ചുറൽ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കാം. അതെ, എനിക്ക് അത് കേട്ടാൽ മതി അനിതേ. ഓക്കെ ഏട്ടാ. ഹായ് ചേച്ചി. മണി സാപ്പിട്ടാ മണിമ. നോ സോങ് ഗീറ്റിംഗ് ബോറടിക്കുന്ന രാജന്. എന്നെ ഒന്ന് ഫോളോ ചെയ്യാമോ? പിന്നെ സുജിത്തേട്ടാ ഫോളോ ചെയ്യാലോ. റഷീദ് പൈസി എന്തത് എന്തോ പറയുന്നു. ഒരു കമാൻഡിനും പകുതിയും അടുത്ത കമാൻഡിന്റെ പകുതിയും വായിച്ചതാണ് പ്രശ്നം. തലവേദന. ആർക്കാണ് തലവേദന? ബാക്ക് കമാൻഡ് അടിച്ചേ, ബാക്ക് ക്യാമറ ഒരു ഡപ്പ വെച്ചിരിക്കുന്നത്. എന്താ സംഭവം അറിയോ? കാണുമ്പോ എന്തുപോലെ തോന്നുന്നു. ഇതൊരു ബോട്ടിലാണ്. ബോട്ടിലിനകത്ത് എന്താ അറിയോ? രാഗി പൊടി. റാഗി മീൻ മലയാളത്തില് കോറ പൊടിയാണ്. അതിന്റെ ബോട്ടലിന്റെ അതിന്റെ ഇതിലാണ് ചരിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ? നല്ലത് അറിയില്ലേ? കോറപ്പൊടിയാണ് ഫ്രണ്ട്സ്, കോറപ്പൊടി. എന്നെ ഒന്ന് ഫോളോ ചെയ്യാമോ? പിന്നെന്താ ഒരു കമന്റ് പകുതി അടുപ്പിച്ച്. തലവേദന ആണെന്ന് പറയുന്നു മെസ്സേജ്. തലവേദനയ്ക്ക് ടൈഗർ ബാം ഉപയോഗിക്കില്ലേ? അത് വെറുതെ ആയോ? തലവേദനയ്ക്ക് ടൈഗർ ബാം ഞാൻ വിക്സ് തേക്കും. തലവേദന വന്നു കഴിഞ്ഞാൽ വിക്സ് തേക്കും. മുടിയുടെ നീളം ഒന്നും കാണട്ടെ. മുടിയുടെ നീളം എന്തൊക്കെ തന്നെ നീളമൊക്കെ കൊഴിഞ്ഞു പോയി. നീളം കുറഞ്ഞു പോയിട്ടില്ല, മുടി കൊഴിഞ്ഞു പോകുന്നു. ഇവിടത്തെ ഉപ്പ് വെള്ളമാണേ. ഇവിടെ നമ്മള് ഇപ്പൊ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ അടിയില് ഉപ്പുണ്ടാകും, മുകളില് വെള്ളമായിരിക്കും. നമ്മൾ ടാങ്കിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചാലും അങ്ങനെ തന്നെയാണ്. അടിയിൽ ഉപ്പുണ്ടാകും, മേലെ വെള്ളമായിരിക്കും. അതായത് ഉപ്പ് വെള്ളം ഒഴിച്ച് മുടിയൊക്കെ പോയി ഒരുപാട് സങ്കടമായിരുന്നു. പിന്നെ പെട്ടു. പിന്നെ അതിന് കാര്യമില്ല. മുരുക കുറച്ച് വെയില് കുറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയുണ്ട്? വെയിലൊന്നും കുറവൊന്നുമില്ല. ആ കമ്മൽ തരുവോ?
ചൂട് ചൂണ്ടയിടാന അതാ അത്രയ്ക്ക് വലുതാ. ഇത് വെച്ച് എങ്ങനെയാണ് മീൻ പിടിക്കുക പറയാൻ? ഇത് വെച്ച് എന്താ പറയാ, മീൻ പിടിക്കാൻ പറ്റുമോ ഇത് വെച്ച്? ആ വെള്ളത്തിൽ ഇങ്ങനെ മുക്കായിരിക്കില്ലയോ? അങ്ങനെ കൊട്ട മാതിരി ഉള്ളത് അല്ലേ, അതായിരിക്കും ഇത് വെച്ചിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് അമർത്തണത്. തരാലോ, പിന്നെന്താ. മഴയുണ്ടോ മോളെ? ഇല്ല ഏട്ടാ, വെച്ചോ ഏട്ടാ, മഴയില്ല. ഡ്രസ് കൊള്ളാലോ, താങ്ക് യു ഏട്ടാ. രാധേട്ടൻ എന്തോ പറയുന്നു അല്ല, ജയേട്ടൻ എന്തോ പറയുന്നു, കാണുന്നില്ല. ഓൺലി റീഡിങ് കമന്റ്സ് മാത്രമേ ഉള്ളൂ അല്ലെ, പാട്ടില്ല എന്ന് പറയണത്. ഇവിടെ മേക്കപ്പ് ഒന്നും ചെയ്യാറേ ഇല്ലയോ? ഇല്ല ഏട്ടാ, മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അതെ, മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, ഞാൻ ചെയ്യൂല്ല. ഓക്കെ, വൈകുന്നേരം ലൈവ് വരുമോ? വരും സന്തോഷേട്ടാ. ബാലേട്ടൻ ഹായ് സുരേഷ് അണ്ണ നമസ്കാരം. പറ്റുമല്ലോ. അപ്പോൾ അവിടെ വന്ന് താമസിച്ചാൽ ഉപ്പും കാശ് കൊടുത്ത് വാങ്ങണ്ട. അയ്യോ, ഉപ്പിനിപ്പോ എത്ര വില കുറവല്ലേ ഏട്ടാ, എല്ലാത്തിനും വെച്ച് ഉപ്പ് കുറവാണല്ലോ വില. ഇന്ദു ഉപ്പിന് ജാസ്തിയാണ് കേട്ടോ. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഉപ്പിന് വില കമ്മിയാണ്. ഇന്ദു ഉപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് വില ജാസ്തിയാ. അതിന് ഒരു പാക്കറ്റിന് ഒരു 150 രൂപയൊക്കെ ഉണ്ട്. 10-200 റുപ്യ കൊടുക്കേണ്ടി വരും ഇന്ദു ഉപ്പിന്. അതിന്റെ ഒരു കളറ് ഒരു റെഡ് ആയിട്ടുള്ള ഒരു കളറാണ്, വൈറ്റും റെഡും ആയിട്ട് കലർന്നത് ഇന്ദു ഉപ്പ്. ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നു. 150 രൂപ കൊടുത്ത് ഉപ്പ് പാക്കറ്റ് വാങ്ങിയാലേ നടക്കില്ല. പറ്റുമല്ലോ, അതെ അച്ചു പറ്റുമല്ലോ. നോക്കിയ വൈകുന്നേരം ലൈവില് വരുമോന്ന് വായിച്ചു. മുടിയിൽ മാത്രം എണ്ണ തേച്ചിട്ട് കാര്യമില്ല, തലയിലോട്ടിൽ നല്ലതുപോലെ നല്ലതുപോലെ കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയ്യണം. കാച്ചിട്ട് അല്ലേ, ഇളം ചൂടിലാണോ തേക്കണം പറയണത്? അതിങ്ങനെ വീഡിയോയിൽ ഞാൻ എന്താണ് യൂട്യൂബിൽ എങ്ങാണ്ട് പറഞ്ഞ മാതിരി ഒരു ഇത്, എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇളം ചൂട്ടിൽ ഇങ്ങനെ വെച്ച് തേച്ച് കൊടുത്താൽ നന്നായിരുന്നു. ഇനി അങ്ങനെ ചെയ്യാട്ടാ. ഞാനിങ്ങനെ പച്ച വെളിച്ചെണ്ണ എടുക്കും തേക്കും. ഇപ്പൊ കാച്ചിയ എണ്ണയൊന്നും വാങ്ങില്ല. ആദ്യമൊക്കെ വാങ്ങി വെച്ചിരുന്നു. ഇപ്പൊ ഒരു മാസമായിട്ട് കാച്ചിയ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. വെറും ഈ വെളിച്ചെണ്ണ മാത്രമാണ്. അതുകൊണ്ടാണ് ഇനി മുടിയൊക്കെ കൊഴിയുന്നത്, അറിയില്ല. അതെ, ഇനിയിപ്പൊ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. കാച്ചിയ എണ്ണ നമ്മൾ കൊണ്ട് പറ്റില്ല, അപ്പൊ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാൻ എണ്ണ വാങ്ങിക്കും, വെളിച്ചെണ്ണ വാങ്ങിക്കും, ചെറുതായിട്ട് ഒന്ന് തവിയില് ഒഴിച്ച് ചൂടാക്കി തലയിൽ പിടിപ്പിക്കും. അത് കഴിഞ്ഞ് ഷാമ്പൂ ഇട്ട് മുടി കഴുകാറ്. പക്ഷെ ഞാൻ ഇന്ന് കഴുകില്ല, തല തോർത്തിങ്ങോട്ട് വന്നു. ഒത്തിരി ഷാമ്പൂ വാങ്ങിക്കാൻ മറന്നുപോയി. കുളിക്കാൻ കയറിയപ്പോഴാണ് ഷാമ്പൂ ഇല്ലാത്തതായിരുന്നു. ഓക്കെ, ശരി, സൂപ്പർ. ഇനി ഷാമ്പൂ വാങ്ങിയിട്ട് കുളി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേഗം കുളിച്ചിട്ട് വന്നു. ഇതാണ് സംഭവിച്ചില്ല. ഇനി ഞാൻ ഷാമ്പൂ ഇട്ട് പർപ്പിച്ചിട്ടേ വരുള്ളൂ. എന്ത് ചെയ്യാനാ. ചൂടിന് ഒരു ആശ്വാസം, നല്ല മഴ പെയ്തു. സ്ഥലം ഞാൻ പറഞ്ഞു തരാം, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ. പിന്നെ എന്തുണ്ട് വിശേഷം, സുഖാണോ? സുഖമായിരിക്കുന്നു സാബേട്ടാ. ഓക്കെ രാധാകൃഷ്ണൻ ബ്രോ. അതെ അതെ, മേക്കപ്പ് പേസ്റ്റ് എത്ര വേണം? ഞാന് തരാം. ഇവിടെ ഇപ്പൊ അത് വെറുതെ ഇരിപ്പുണ്ട്. അതല്ലേ, അതെന്നാ പിന്നെ മേക്കപ്പ് ഇട്ടൊക്കെ നന്നായിട്ടുണ്ടാവും. എനിക്ക് വയ്യ, പാടക്കേട്. എനിക്ക് വയ്യ. മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്ത് എങ്ങനെ ഉണ്ടാകും? ഞാനിങ്ങനെ ഫിൽറ്ററൊക്കെ ഇട്ട് നോക്കും. എനിക്ക് ഒരു എന്തോ പോലെയാണ്, ചമ്മലാണ്. നോക്കാം എന്തായാലും. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സിംഗിൾ വേർഡ്. ചൂടിനൊരാശ്വാസം ഉണ്ട് പറഞ്ഞു സാബോട്ടെ. അതെ, മേക്കപ്പ് ബോക്സ് അപ്പോൾ വെറുതെ ഇരിക്കുകയാണ് അച്ചുവിന്റെ വീട്ടില്. ഡോൺ അണ്ടർസ്റ്റാൻഡ് വായിച്ചെന്നെ വരുന്നു. ഗഫൂറേട്ട മെസ്സേജ് വായിക്കട്ടെ. ഇപ്പോൾ അവിടെ കാണിച്ചത് മീൻ വറുത്തുള്ള അക്വേറിയം അല്ലേ? അല്ല,
മീന് വളർത്തുന്നു, സോറി, വളർത്തുന്നില്ല കേട്ടാ. ഇത് വന്നിട്ടേ ഒരു ബോക്സ് ആണ് ഇതേട്ടാ, ഒരു ബോട്ടിലാണ് കേട്ടാ. അക്കോറി അല്ല ഇത്. അക്കോറി ഉണ്ട്, അപ്പുറത്തുണ്ട് കേട്ടോളേ. അതില് ഞാൻ ഫുൾ തുണി ഇട്ട് വെച്ചിരിക്കുകയാണ് അക്കോറിയത്തില്. അക്കോറി മാറ്റിയിട്ട് കേട്ടോ. അതിനൊക്കെ നമ്മള് എന്താ പറയാ, മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, സമയമില്ല. പിന്നെ അത് സമയമില്ലാത്തതുകൊണ്ടല്ല, കൊറോണ സമയത്ത് മീനുണ്ടായിരുന്നു. അതിന്റെ ഗ്ലാസ് അടിയിൽ ചെറുതായിട്ടൊന്ന് ഇതായി പൊട്ടി. അപ്പൊ അതിൽ നിന്ന് വെള്ളം ലീക്കാവുന്നു. അപ്പൊ ഞാൻ അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. കുറെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഇവിടെ വെക്കാൻ അത് ഒരുപാട് സ്പേസ് വേണം. ഇവിടെ അത്ര സ്ഥലമൊന്നുമില്ല. ഇവിടെ കാണുന്ന പോലെ ഒന്നുമില്ല, മുറിയൊക്കെ ചെറുതാണ്. നമുക്ക് അതൊന്ന് കാണുമ്പോൾ വേണമെങ്കിൽ വലുതായിട്ടൊക്കെ തോന്നും. ചെറിയ ചെറിയ റൂമാണ്. ഒരു ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സാധനത്തിനെ എടുത്തിട്ട് വെളിയിൽ കൊണ്ടുവച്ച് അതിൽ നിറയെ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് വെച്ചു. അത് നന്നായി കഴുകി വൃത്തിയാക്കിട്ട് ഗ്ലാസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു പറഞ്ഞാൽ അതിലേത് കളറ് ഡ്രസ്സ് എടുക്കാമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അതിനുള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നു കുട്ടികളുടെ ഡ്രസ്സ്. അപ്പൊ കുട്ടികൾക്ക് എടുക്കാനും പ്രയാസമില്ല. എനിക്ക് മടക്കി മടക്കി മതിയായി. എന്താ പറയുക, ഇവരിങ്ങനെ മടച്ചു വെക്കും. എനിക്ക് പാന്റ് വേണമെന്ന് പറഞ്ഞു അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒറ്റ വലിയാണ്. അപ്പൊ മുകളിലത്തെ ഡ്രസ്സിലൊക്കെ താഴെ വീഴും. പിന്നെയും മടിച്ചത്. പിന്നെ ഇതന്നെ പണി, ഇപ്പൊ വേറെ പണിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ഇത് വെറുതെ അല്ല ഇരിക്കുന്നത് കാരണം ഇതിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് അതിനുള്ളിൽ നിറയെ ഡ്രസ്സ് ഇട്ടിട്ട് വെച്ചു. ഇപ്പൊ അവന്റെ ഡ്രസ്സിന് ഒരു അലമാറ പോലായി അത്. ഫിഷ് ടാങ്ക് എന്താ ചെയ്യാ, ഫിഷ് ടാങ്ക് കേട്ടാ. முடியுமா நீதான்? ஓ முடியும். ஆனா ட்ரெஸ்ஸுக்கு ஐயோ காட்டுறீங்க கண்டிப்பா. സുജിത്ത് അനിത. ഓക്കെ അനിത, വൈകുന്നേരം കാണാം. ഓക്കെ ഓക്കെ. റിയലി വെരി വെരി ബ്യൂട്ടിഫുൾ സോണൻ. ഓക്കെ. അപ്പോൾ അലമാര വാങ്ങിച്ചു തന്നാൽ അക്വേറിയം എനിക്ക് കൊണ്ടുപോകാം. അലമാര വാങ്ങിച്ചു ശരി ഏട്ടാ, അക്വേറിയം കൊണ്ടുപോകാം. അക്വേറിയത്തിന്റെ അടിയില് 2 ബോക്സ് ഉണ്ട്. അതിന്റെ ഉള്ളില് ഷൂകളൊക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സംഭവം ഇതിന്റെ ഉള്ളില് അതില് നിറയെ കല്ലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കല്ല് എന്ന് വെച്ചാൽ വെള്ള കല്ല് ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു 10 കിലോനങ്ങ് ഉണ്ടാവും. 10 കിലോനോ 15 കിലോനോ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് മാത്രം ഫ്രീ ആയിട്ട് അങ്ങനെ പോയി. കൃഷ്ണകുമാരേട്ട ഹായ് മണി ടാങ്ക്. ടൈഗർ വളം കിട്ടി ചോമോ ഇല്ല, ചോമോന്നാണ് ഇതാ നമ്പർ. അപ്പൊ ശരി, ഞാൻ പോകുന്നു ഫ്രണ്ട്സ്. വൈകുന്നേരത്ത് നമുക്ക് കാണാം. വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. റീൽസ് നന്നായിട്ടുണ്ട്. താങ്ക് യു സുരേഷ്, താങ്ക് യു. சரவணன் எப்படி இருக்கீங்க சரவணன்? ஏங்க வரவே இல்லை, எங்க போனீங்க? எப்பவுமே வருவாங்க நீங்க லைவ்ல, இப்போ வர்றதே இல்லை சரவணன். താങ്ക് യു. അപ്പോൾ ഒരു അലമാര വായിച്ചു. ഓക്കെ അനിത, വൈകുന്നേരം കാണാം. സുജിത്തേട്ടാ ഓക്കെ ഓക്കെ. ഇന്ന് നല്ലതുപോലെ നെറ്റിയിൽ സിന്ദൂരം. അതെ, എന്ന് നല്ലതുപോലെ എന്ന് പറഞ്ഞല്ലേ, ഈ മുടി ഇങ്ങോട്ട് ചീവിയത് കൊണ്ട് വെച്ചത് കൊണ്ട് അത് കാണുകയാണ്. നമ്മൾ ഇങ്ങോട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ മുടി കാണില്ല. പിന്നെ എന്താ പറയാ, എണ്ണ തേച്ചിരിക്കല്ലേ, എല്ലാം അങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ചായയും ചോറും ഒന്നിച്ച് കഴിക്കാം. അതന്നെ. രാജേഷ് ചേട്ടാ ഹായ്. സനിൽ ഹായ്. എന്തായാലും 1 മണിക്കൂറായി. ഇനി എത്ര മിനിറ്റ് ഉണ്ടറിയോ? ഇനി വെറും 2 മിനിറ്റേ ഉള്ളൂ. പോയി സാപ്പിടും. ഓക്കെ ഹരീഷ് ചേട്ടാ, സാപ്പിടുங்க കണ്ടിപ്പാ. ബാലു, ത്യാഗരാജ്, രനീഷ്, ബാലു. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പോന്നു. എന്നിട്ട് കണ്ണു കാണുന്നില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുന്ന അറിയാം. ഞാൻ കഴിച്ചില്ല. കുട്ടികളെ കാണാനില്ല സത്യം പറഞ്ഞു. അതാണ്. ഇന്ന് നല്ല ഭംഗിയാണ് കാണാൻ. ദേവിയെ പോലെ കഴിച്ചു. പിന്നൊന്നും പറയല്ലേ, പാവം ജീവിച്ചോക്കോടെ. ഞാൻ സാധാരണ വീട്ടമ്മയാണേ. പളനിസ്വാമി അനിത ഹൗ ആർ യു? ഫൈൻ. അപ്പൊ ഞാൻ പോകുന്നു. ടാറ്റ. വൈകുന്നേരത്ത് കാണാം ഫ്രണ്ട്സ്. ടാറ്റ ടാറ്റ. രാജീഷ് ഹൗ ആർ യു? ഫൈൻ ഫൈൻ. തിരക്കാണ്, അതാണ് കാണാത്തത്. ശൈലേഷ് ഏട്ടാ ഓക്കെ ഏട്ടാ. ഭർത്താവിനെ കാണുന്നില്ലല്ലോ, ജോലിക്ക് പോയി. ഷിജു ഏട്ടാ ഓക്കെ. അപ്പൊ ശരി, ടാറ്റ. പ്രദീപ് ഓക്കെ. ടാറ്റ ടാറ്റ ടാറ്റ. കാണാം വൈകുന്നേരത്ത്.